ഹായ്, ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് മോനിഷ. എൻ്റെ പേര് ഐറ. ഞങ്ങളുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. ഞങ്ങളുടെ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളേ ആയുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ വാങ്ങി നട്ടിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടാലോ? ഇത് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വാങ്ങിയ ഒരു പ്ലാവിൻ്റെ തൈയാണ്. ആദ്യം ചെറുതായിരുന്നു, ഇപ്പോൾ കുറച്ച് വലുതായി. ഇത് ഗ്രോ ബാഗിലാണ് നമ്മൾ നട്ടു കൊടുത്തത്. ഇതിൻ്റെ പേര് വിയറ്റ്നാം സൂപ്പർ ഏർലി എന്നാണ്. ഈ പ്ലാവ് കൊണ്ടുവന്ന് നട്ടു ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിൽ കുറച്ച് ചെറിയ ചക്കകൾ വിരിഞ്ഞിരുന്നു. ഒരു 8 ചെറിയ ചക്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് കൊഴിയാണ് ഉണ്ടായത്. അതിൽ ഒന്ന് മാത്രം ബാക്കിയായി. അത് കുറച്ച് വലുതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത് മാത്രമാണ് ഉണ്ടായത്. ഇപ്പൊ കുറച്ച് വലുതായി. വിയറ്റ്നാം സൂപ്പർ ഏർലി നല്ല മധുരമുള്ള ചക്കയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്. ഇവിടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. ഇതിന് ചാണകവളവും അതുപോലെ തന്നെ മീൻ കഴുകിയ വെള്ളം അതൊക്കെയാണ് കൊടുക്കുന്നത് പ്രധാനമായും. അല്ലാതെ വേറെ വളങ്ങളൊന്നും ഞങ്ങൾ ഇതിന് ചേർക്കുന്നില്ല. ഇനി അടുത്തതായി ഞങ്ങൾ വാങ്ങിയതാണ് റംബൂട്ടാൻ്റെ തൈ. റംബൂട്ടാൻ ചെറിയതായിരുന്നു, ഇപ്പം അത് പെട്ടെന്ന് തന്നെ വലുതായി കാണുന്നുണ്ട്. പക്ഷെ അതിൽ ആയിട്ടില്ല, ഇതുവരെ ആയില്ല. ഞങ്ങൾ ഗ്രോ ബാഗിൽ തന്നെയാണ് നട്ടു കൊടുത്തത്. പിന്നെ ഞങ്ങൾ വാങ്ങിയതാണ് മാവിൻ തൈ. ഇതിൻ്റെ പേര് കാലാപ്പാടി എന്നാണ്. ഒരു 2 പ്രാവശ്യം ഇത് പൂത്തിനായിരുന്നു, പക്ഷെ പിന്നീട് അത് കൊഴിഞ്ഞു പോവുക ചെയ്തത്. ഇത് ചെറിയ തൈയാണ്. ഇനി അടുത്തതായി ഞങ്ങൾ വാങ്ങിയതാണ് പേരത്തൈ. ചെറിയ തൈയാണ്, പക്ഷെ ഇതിൽ പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. കൊണ്ടുവരുമ്പോൾ തന്നെ പേരയ്ക്ക ഉണ്ടായിരുന്നു. ഒരു 2 പേരയ്ക്ക കൂടി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പറിച്ച് എടുക്കുന്ന ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ എല്ലാവരും കാണുക. ഇനി ഇതിലൊന്നുണ്ട്, അത് പറിക്കാനായില്ല, ചെറുതത്ര. ഇത് ഞങ്ങൾ ചെറിയ ചട്ടിയിലാണ് നട്ടത്, ഗ്രോ ബാഗിലാക്കിയില്ല. ഒരു നല്ല ചട്ടി വാങ്ങി അതിൽ നട്ടു. ഇനി അടുത്തതും ഒരു പേരത്തൈ തന്നെയാണ്. അത് വേറൊരു ടൈപ്പ് പേരത്തൈയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇലയുള്ള പേരത്തൈ കാണുന്നത്. അതിലും പേരയ്ക്ക ആയിട്ടുണ്ട്. ഇതിന് മുന്നേ 2 പേരയ്ക്കയായിരുന്നു, പക്ഷെ അത് കൊഴിഞ്ഞു പോയി. മോള് അത് തൊട്ട് കളിച്ചപ്പോൾ അത് കൊഴിഞ്ഞു പോയി. ഇതിലൊരു പേരയ്ക്ക ആയിട്ടുണ്ട്. ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇതും ഗ്രോ ബാഗിൽ തന്നെയാണ് നട്ടത്. ഒരു 45 ലിറ്ററിൻ്റെ ഗ്രോ ബാഗാണ് ഞങ്ങൾ വാങ്ങി നട്ടത്. ഇനി അടുത്തത് സപ്പോട്ടയാണ്. സപ്പോട്ടേൻ്റെ ചെറിയ ഒരു തൈയാണ്. ഇത് കുറച്ചേ ആയുള്ളൂ വാങ്ങിയിട്ട്. അതും ഞങ്ങൾ ചട്ടിയിൽ തന്നെയാണ് നട്ടുപിടിപ്പിച്ചത്. മണ്ണും ചകിരിച്ചോറും നിറച്ച് അതിൽ കുറച്ച് ചാണകവും ചേർത്താണ് ഞങ്ങൾ നട്ടത്. ഇതിൽ സപ്പോർട്ട ആവുന്നുണ്ട്. ചെറിയ കുറേ സപ്പോർട്ടുകളുണ്ട്. എല്ലാ കൊമ്പിലും ചെറിയ ചെറിയ സപ്പോർട്ടുകളുണ്ട്. ഇനി അടുത്തത് ചാമ്പത്തൈയാണ്. ഇതിൽ കൊണ്ടുവരുമ്പോൾ കുറേ ഇലകളുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അത് കൊഴിഞ്ഞു പോയി. അതിന് ശേഷം വന്നതാണ് ഈ ഇലകൾ. അതും ഗ്രോ ബാഗിൽ തന്നെയാണ് നട്ടുപിടിപ്പിച്ചത്.
ഇനി അടുത്തത് കറിവേപ്പിലയാണ്. ഇത് ഞങ്ങൾ വാങ്ങിയതല്ല, ഇത് ഐറയുടെ സുനന്ദാപ്പൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല മണവുള്ള നല്ല കുറ്റിയായി വളരുന്ന കറിവേപ്പിലയാണ്. കുറേ ആയിട്ടുണ്ട്. കൊണ്ടുവരുമ്പോൾ കുറച്ച് ചെറിയതായിരുന്നു, ഇപ്പം നല്ല പടർന്ന് വന്നിട്ടുണ്ട്. ഇതിനും ഞങ്ങൾ ചാണകവളവും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, മീൻ കഴുകിയ വെള്ളം, ഇതൊക്കെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ വളങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത്രയാണ് ഞങ്ങൾ വാങ്ങിയ തൈകൾ, ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈകൾ. ഇനി കുറേ ചെടികളുണ്ട്, അത് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. കുറേ ബൊഗൈൻവില്ല ചെടികളുണ്ട്, അതൊക്കെ കൊഴിഞ്ഞ് കുറച്ച് മാത്രമേ ഉള്ളൂ പൂക്കൾ. അത് പിന്നീടൊരു വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോയിലായാൽ ലോങ് ആയി പോവും, അതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. ബൈ.